ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. മുളപ്പിച്ച പയർ എടുത്തിട്ടുണ്ട്. ഏത് മുളപ്പിച്ച പയർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ എടുത്തേക്കുന്നത് ചെറുപയർ, വൻപയർ, പിന്നെ മുതിര, കടല ഇത്രയാണ് എടുത്തേക്കുന്നത്. അതൊക്കെ മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ 1 മിനിറ്റ് ഒന്ന് ഇട്ട് വെച്ചിട്ടേ ഉള്ളൂ. കാരണം കുറേ ദിവസം മുളപ്പിച്ചതല്ലേ, അതുകൊണ്ടാണ്. ഇനി കറിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. 18 ജാറിലേക്ക് ഉള്ളി, തേങ്ങ, മല്ലിയില, പുതിനയില ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ പട്ട, ഗ്രാമ്പു, പിന്നെ പൊട്ടുകടല, കസ്കസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, അതിന്റെ ഇരട്ടി മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണേ. കുക്കർ ചൂടാക്കാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി, പച്ചമുളക് ഇട്ടൊന്ന് വഴറ്റി പിന്നെ തക്കാളിയും ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ മുളപ്പിച്ച് വെച്ചേക്കുന്ന പയറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പും കൂടി ചേർത്തൊന്ന് ചൂടാക്കി എടുക്കണം. അത്യാവശ്യം 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ്, പച്ചവഴുതനങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ മാത്രം അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി.